ഹായ് എവ്രി വൺ. ഈ വീഡിയോ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ബുഗാഡി പിയേഴ്സിങ്ങിന് പോകുന്നതിൻ്റെ ആ ഒരു പ്രോസസ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതും കാണിച്ചു തരുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു റെഡി ആയിട്ട് പോണത് തൊട്ട് അങ്ങ് എടുക്കാം, സോ ദാറ്റ് നിങ്ങൾക്കത് കാണുകയും ചെയ്യും, എനിക്ക് ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യാമല്ലോ. ഞാൻ മിനിമലായിട്ട് മേക്കപ്പ് ചെയ്തിട്ടാണ് പോണത്, സോ ദാറ്റ് എന്തായാലും വീഡിയോ എടുക്കും, പിന്നെ ഫോട്ടോസ് ഒക്കെ എടുക്കുമല്ലോ. അതുകൊണ്ട് അധികമൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ക്രീം ഇട്ടു, കണ്ണെഴുതി, ഐലൈനർ ഇട്ടു, മസ്കാര ഇട്ടു, പിന്നെ ലിപ് കളറും ചെയ്തു. അത്രേ ഉള്ളൂ. മുടിയിൽ പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് സിറം തേച്ച് ഒന്ന് ഒതുങ്ങിയിരിക്കാനായിട്ട് അത്ര മാത്രം, വേറൊന്നും കാര്യമായിട്ട് ചെയ്യണില്ല. റെഡിയായിട്ട് നമ്മൾ 3 പേരൂടെ ഇറങ്ങി. ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടെയാണ് ചെയ്യണത്. ഒരാൾ ഞങ്ങൾക്ക് ധൈര്യം തരാനായിട്ടാണ് ഞങ്ങളുടെ കൂടെ വരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി എൻ്റെ പ്ലാനിൽ ഉണ്ടായ ഒരു കാര്യമല്ല, പക്ഷേ ഫ്രണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച് അവൾക്ക് ചെയ്യണം എന്നായിരുന്നു. കൂടെ സംസാരിച്ച് ഞാനും കൂടെ ഇതിന് അങ്ങ് എന്താ പറയുക എക്സൈറ്റഡ് ആയി ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോണത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ, ടാറ്റു ആർട്ടിസ്റ്റ് ആണ് ആ പുള്ളി. പുള്ളീൻ്റെ അടുത്ത് തന്നെയാണ് പിയേഴ്സിങ്ങിനും പോണത്. അപ്പോൾ പുള്ളീൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ പ്രൊവൈഡ് ചെയ്യാമേ. ഈ വീഡിയോ ഞാനൊന്ന് അപ്ലോഡ് ചെയ്യുമ്പം എനിക്ക് ഇത് ചെയ്തിട്ട് ഒരു 5 ദിവസമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എനിക്ക് തോന്നിയ എൻ്റെ ഒരു എക്സ്പീരിയൻസുമാണ് ഞാൻ പറയണത് കേട്ടോ, ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ. അപ്പോൾ ഇൻ കേസ് ആർക്കെങ്കിലും ഈ ഒരു സംഭവം പിയേഴ്സിങ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. ഓക്കെ, ഇതാണ് കേട്ടോ പുള്ളീൻ്റെ സ്റ്റുഡിയോ. പിയേഴ്സിങ്ങും ചെയ്യും ആസ് വെൽ ആസ് ടാറ്റുവും ചെയ്യും. നല്ല അടിപൊളി ടാറ്റു ആർട്ടിസ്റ്റ് ആണ്. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ലാസ്റ്റ് പ്രൊവൈഡ് ചെയ്യാം ആസ് ഐ സെഡ്. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് എന്താണ് നമ്മളൊരു കൺസെൻറ്റ് ഫോം ഫില്ല് ചെയ്തായിരുന്നു. ലൈക്ക് ഈ പ്രോസസ്സിനുള്ള നോർമലി ഒരു സംഭവം ജസ്റ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ അതിൻ്റെ ആഫ്റ്റർ കെയറും എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി, റൈറ്റ്? അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ ഒരു കൺസെൻറ്റ് ഫോം. പിന്നെ പുള്ളിക്കാരൻ കാണിച്ചു തന്നു എനിക്ക് അതിന് യൂസ് ചെയ്യുന്ന നീഡിലും കാര്യങ്ങളൊക്കെ പുതിയതാണ്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി. പ്രോപ്പർ ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇയറിങ്സും ഡിസിൻഫെക്റ്റ് ഒക്കെ ചെയ്ത് ഗ്ലവ്സ് ഒക്കെ ഇട്ടിട്ടാണ് പ്രോപ്പർ കെയർ എടുത്തിട്ടാണ് കേട്ടോ ഈ പിയേഴ്സിങ് ചെയ്തത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് മുടി പ്രോപ്പറായിട്ട് കെട്ടി വെച്ചിട്ട്, അല്ലെ നമ്മുടെ ആ ചെവീൻ്റെ സൈഡ് മുടി പ്രോപ്പറായി ഒതുങ്ങിയിരിക്കുന്ന രീതിക്ക് കെട്ടിവെക്കുക കേട്ടോ. ഞാൻ തുറന്നിട്ടാണ് പോയത്, അപ്പോൾ അത് അവിടെ ചെന്നിട്ടാണ് എനിക്കത് റിയലൈസ് ആയത്. അങ്ങനെ കെട്ടി വെച്ചിട്ട് കാരണം അപ്പോൾ അത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഈ പ്രോസസ്സ് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ അവർ ആ ചെവിൻ്റെ ആ ഒരു പാർട്ട് പ്രോപ്പറായി ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെ മാർക്ക് ചെയ്യും, 2 സൈഡും മാർക്ക് ചെയ്യും ഒരുപോലെ വരാനായിട്ട്. മാർക്ക് ചെയ്തിട്ട് പിന്നെയാണ് നീഡിൽ വെച്ച് പിയേഴ്സ് ചെയ്യുന്നത്. ഇനി ഇതിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ചാൽ, ഞാൻ സെലക്ട് ചെയ്ത ഇയറിങ്ങും എൻ്റെ ഫ്രണ്ട് സെലക്ട് ചെയ്ത ഇയറിങ്ങും രണ്ടും 2 ടൈപ്പായിരുന്നു. ഞാനൊരു സ്റ്റഡ് പോലത്തേതാണ് എടുത്തത്. അവളിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഡാംഗ്ലിംഗ് ടൈപ്പുള്ള ബുഗാഡിയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ എൻ്റെയും അവളുടെയും ചെവി വ്യത്യാസമുണ്ട് ഒബ്വിയസ്ലി. അപ്പം എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ, എൻ്റെ ചെവിക്ക് ആക്ച്വലി ആ മുകളിലത്തെ കർവ് വരുന്ന ആ പോർഷനിൽ ഇച്ചിരി ഡെപ്ത് കൂടുതലാണ്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ബുഗാഡി ആക്ച്വലി കംപ്ലീറ്റ് ആയിട്ട് കാണില്ല, ബിക്കോസ് ആ കർവ് കൂടിയതുകൊണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ, ഞാനിപ്പം സ്റ്റഡ് അല്ലാണ്ട് ഒരു തൂങ്ങിക്കിടക്കുന്ന ഒരു ഡാംഗ്ലിംഗ് ടൈപ്പ് ബുഗാഡി സെലക്ട് ചെയ്തിരുന്നെങ്കിൽ അത് പ്രോപ്പറായിട്ട് വിസിബിൾ ആയേനെ. ഇപ്പൊ ഈ മാർക്ക് ചെയ്യുന്നില്ലേ, ഈ ഒരു പോർഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് അവിടെ കണ്ടില്ലേ, അവിടെ എനിക്ക് ഇച്ചിരി ഡെപ്ത് കൂടുതൽ, ആ ഒരു വീതി കൂടുതലാണ് അവിടെ. ഇതും കാണുന്നുണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി ഒരു ഇച്ചിരി ഒന്ന് മൂടി പോകുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ അങ്ങനെ വലിയ രീതിക്ക് കുഴിയൊന്നും ഇല്ലെങ്കിൽ ഏത് ടൈപ്പ് സെലക്ട് ചെയ്താലും പ്രശ്നമില്ല, നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ എന്നെ പോലെ ഇച്ചിരി കൂടുതൽ ആ ഒരു ഭാഗം ഡീപ്പാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ. പിന്നെ പെയിന്, എന്നോട് ചിലവർ ചോദിച്ചു എൻ്റെ ഷോർട്സ് കണ്ടപ്പോൾ, ലൈക്ക് ഇതിന് പെയിൻ ഉണ്ടോ എന്നുള്ളത്. പെയിൻ ഉണ്ട്, ബിക്കോസ് പിന്നെ ഓരോരുത്തരുടെ പെയിൻ എന്താ പറയുക ടോളറേറ്റ് ചെയ്യേണ്ട ലെവലും വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം ബെയർ ചെയ്യാൻ പറ്റും. എൻ്റെ ചെവിക്ക് കട്ടി ഉണ്ടായിരുന്നു, അത്യാവശ്യം പെയിൻ ആയി കേട്ടോ എനിക്ക്. പിന്നെ ആ ഒരു പെയിൻ എന്ന് വെച്ചാൽ എന്താ പറയുക, ആദ്യത്തെ 2 ദിവസമായിരുന്നു നന്നായിട്ട് തോന്നിയത്. പിന്നെ ഇപ്പം ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കുറവാണ്, അങ്ങനെ പെയിൻ എടുക്കുന്നില്ല.
ജസ്റ്റ് ആ കിടക്കണ സമയം മാത്രം പില്ലോയിൽ ഇങ്ങനെ നമ്മൾ സൈഡ് ചെരിഞ്ഞ് കിടക്കുമ്പോൾ പെയിൻ തോന്നും, അല്ലാണ്ട് കുഴപ്പമില്ല എനിക്ക് ബാക്കിയുള്ള സമയം. ഇതുവരെ അങ്ങനെ പഴുത്തിട്ടൊന്നുമില്ല. ഇപ്പം 5 ദിവസമായിട്ട് ഓക്കെയാണ്. പിന്നെ ഈ സംഭവം ഹീലായി വരാനായിട്ട് ഒരു 1.5 മാസം 2 മാസമൊക്കെ എടുക്കും കേട്ടോ. സോ നമ്മൾ പ്രോപ്പറായിട്ട് ആഫ്റ്റർ കെയർ ചെയ്യണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഇൻ കേസ് നിങ്ങളുടെ ചെവി ഞാൻ പറഞ്ഞ പോലെ ഇച്ചിരി ഡെപ്ത് കൂടുതലാണ്, എൻ്റെ ഒരു ടൈപ്പ് ആണെങ്കിൽ ഇയറിംഗ് സെലക്ട് ചെയ്യുമ്പം ഇപ്പോഴും മേളിന്ന് പിരിച്ചിടാൻ പറ്റുന്ന പോലെ ടൈപ്പ് സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു, ഉള്ളിൽ നിന്ന് അടിയിലത്തെ ഭാഗത്തു നിന്നായിരുന്നു അത് തിരിച്ച് കയറ്റേണ്ടി വന്നത് പിരി. അപ്പോൾ അത് നല്ല ബുദ്ധിമുട്ടായിരുന്നു, ബിക്കോസ് വിസിബിലിറ്റി അത്ര ഇല്ലല്ലോ. അപ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. വെറാസ് എൻ്റെ ഫ്രണ്ട് സെലക്ട് ചെയ്തത് താഴെ നിന്നിട്ട് മേളിൽ നിന്ന് ജസ്റ്റ് ഇട്ട് അടച്ചാൽ മതിയായിരുന്നു. സോ ഇറ്റ് വാസ് ഈസി, അത് പെട്ടെന്ന് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് കൂടുതലൊന്നുമില്ല, സെലൈൻ വാട്ടർ അതേപോലെ ആൻറ്റി ബാക്ടീരിയൽ ഓയിൻമെൻറ്റ് ടീതാക്ട്, ഇത് രണ്ടും ഞങ്ങളോട് വാങ്ങാൻ പറഞ്ഞായിരുന്നു. ഇത് ആദ്യം സെലൈൻ വാട്ടർ ഒഴിച്ച് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക അവിടെ, എന്നിട്ട് കോട്ടൺ ബഡ്സ് വെച്ച് ഓയിൻമെൻറ്റ് പുരട്ടുക. ഇത് 2 നേരം ചെയ്യുക. അതല്ല ഇപ്പോൾ പുറത്ത് പോയിട്ട് തിരിച്ചു വരണം അപ്പോൾ ഒന്ന് ചെയ്യുക. അതായത് അവിടെ പൊടി തട്ടാണ്ടിരിക്കുക, വേർക്കാണ്ടിരിക്കുക, പിന്നെ മുടി അധികം അതിൽ പറ്റി കുടുങ്ങി പോവാണ്ടിരിക്കുക, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമ്മുടെ ഇൻഫെക്ഷൻ ഒന്നും ആവാണ്ടിരിക്കും. പിന്നെ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അതൊക്കെയുള്ളൂ. മാക്സിമം അവിടെ എയർ തട്ടുന്ന പോലെയും പെട്ടെന്ന് ഹീലാവുന്ന രീതിക്ക് നമ്മൾ കെയർ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഈ പിയേഴ്സിങ് ചെയ്തത് വിൻസെന്റ് ഇംഗ്ലണ്ട് ടാറ്റു സ്റ്റുഡിയോ നിന്നാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാം, സോ യു ക്യാൻ ചെക്ക് ഔട്ട്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.